കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ കളർ കോസ്മെറ്റിക്സ് ഉണ്ട്, കോസ്മെസ്യൂട്ടിക്കൽസ് ഉണ്ട്, നമ്മളെ ലിപ്സ്റ്റിക്, കളർ, ഫൗണ്ടേഷൻ, മസ്കാര. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒന്ന് പുറത്തു പോവാണ്, എന്തൊക്കെയോ ഡിഫക്ട്സ് ഉണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പം ഞാനിപ്പം കുറേ ആൾക്കാർ കാണാറുള്ള പോഡ്കാസ്റ്റ് ആണ്, അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കളർ കോസ്മെറ്റിക്സ് പറയും. എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടി. ഇതിനൊക്കെ ഒരു പരിധി ഇല്ലേ ഇല്ലേ? എന്തുണ്ടെങ്കിലും നമുക്കത് കുറേ കാലം സസ്റ്റൈനബിൾ ആയിരിക്കണം. കൺവെൻഷണൽ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റുകളിൽ 8 സ്റ്റെപ്പ് സ്കിൻ റൂട്ടീൻ, കൊറിയൻ സ്കിൻ റൂട്ടീൻ ഒക്കെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള കെമിക്കലാണ്. നിയാസിനാമൈഡ്, സാലിസിലിക് ആസിഡ്, റെറ്റിനോൾസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്കിന്നിന് സെൻസിറ്റീവ് ആക്കും. അത് രാത്രി ചെയ്യാനുള്ളതുണ്ട്, രാവിലെ ചെയ്യാനുള്ളതുണ്ട്, സാൻഡ്വിച്ച് മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ അതേപോലെ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ സ്കിന്നിന് അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാവാം, ഫോട്ടോ സെൻസിറ്റീവ് ആകും. വേറെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാവാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്നിന് ഓരോ വിധത്തിലാണ്. ചിലത് സെൻസിറ്റീവ് ആയിരിക്കും, ചിലത് ഡ്രൈ ആയിരിക്കും, ചിലത് ഓയിലി ആയിരിക്കും. അപ്പൊ എല്ലാ സ്കിന്നിനും ഈ ഒരു പ്രൊഡക്ട്സ് സ്യൂട്ട് ആവണം എന്നില്ല. അപ്പൊ ബെറ്റർ നോട്ട് ടു ഗോ ഫോർ ദാറ്റ്. കഴിയുന്നതും ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കൺസൾട്ട് ചെയ്ത് ഒരു പ്രാക്ടീഷണറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമാണ്. സ്കിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും പ്രഷ്യസ് ആണ് അല്ലേ? അപ്പൊ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രജിസ്റ്റേർഡ് പ്രാക്ടീഷണർക്ക് പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് മാത്രം ചെയ്യുക.